ആമേൻ, ഹല്ലേലൂയ. അവിടെ പറയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു, ഓതർ ആൻഡ് ഫിനിഷർ. സ്തോത്രം. വിശ്വാസത്തിന് തുടക്കം കുറിക്കത്തക്കവണ്ണം 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് 3.5 വർഷക്കാലം കൊണ്ട് പലസ്തീനിലുടനീളം സഞ്ചരിച്ച് താനാണ് യഹൂദജനം കാത്തിരുന്ന മെസ്സിഹ, ലോകരക്ഷിതാവെന്ന് വ്യക്തമായി തെളിയിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ നടത്തി മാനവജാതിയുടെ രക്ഷയ്ക്കു വേണ്ടി പാപമില്ലാത്ത രക്തം കാൽവറി ക്രൂസിൽ ചുരിഞ്ഞവൻ നമുക്ക് വേണ്ടി ശാപമായി പാപവും പാപത്തിൻ്റെ ശിക്ഷയാകുന്ന മരണത്തെയും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി വിശ്വാസത്തിൻ്റെ വഴി തുറന്നു തന്നു. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല, ആ വിശ്വാസത്തിൽ നീ തുടർന്നാൽ പൂർത്തി വരുത്തുന്നവനായി യേശുവിനെ മുഖാമുഖം കാണാൻ പോവുക. സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ വരവാസന്നമായി. കാലം സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം. ആ പ്രത്യാശയുള്ളവർ മാത്രം കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത്, അവിടെ 2-ാമത്തെ വാക്യത്തിൽ പറയാണ്, യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്തു അവൻ അപമാനം സഹിച്ചു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിൽ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. അപ്പോൾ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സഹനത്തിൻ്റെ മാതൃക കാണിച്ചത് യേശു ക്രിസ്തുവാണ്. ദൈവമക്കൾ എന്തുള്ളവരായിരിക്കണം? യേശുവിനെ നോക്കാനാ പറഞ്ഞത്. 3.5 വർഷക്കാലത്തെ അവൻ്റെ പരസ്യ ജീവിതം ഒന്ന് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ 3.5 വർഷക്കാലം ലോകം വെച്ച് നീട്ടിയത് അപമാനമാണ്. പക്ഷെ യേശു എന്ത് ചെയ്തു? അത് സഹിച്ചു. എന്തിനാ? വാഴാനായിട്ട്. അതുകൊണ്ട് വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, നീ സഹിച്ചാൽ കൂടെ വാഴുമെന്ന വചനം പറയുന്നത്. ദൈവത്തോടു കൂടെ വാഴാൻ വിളിക്കപ്പെട്ടവർ സഹനമുള്ളവരായിരിക്കണം. ഇന്ന് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നോക്കിയാൽ വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റാണ് വലുത്. സഹിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നാ പറഞ്ഞ്, സഹിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? ക്വിറ്റ് ചെയ്യുക. ഞാനങ്ങ് ഒഴിയുക, ഞാനങ്ങ് പിന്മാറുക, ഞാനങ്ങ് വേണ്ടാന്ന് വെക്കുക. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവ് ഒന്ന് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇരിക്കത്തില്ലായിരുന്നു. പക്ഷെ അവസാനത്തോളം സഹിച്ചു. ഒരു ദൈവ പൈതലുമെന്ന് അവസാനത്തോളം സഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇട്ടിട്ട് പോകാൻ എന്തെങ്കിലും പദ്ധതി മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? പ്ലീസ് ഗോഡ്, ആർ യു തിങ്കിങ് ഓഫ് ക്വിറ്റിംഗ്? സ്തോത്രം. വിവാഹം ദൈവം സ്ഥാപിച്ചതാണ്. എന്നാൽ ചില തലമുറകൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ എനിക്ക് വിവാഹം വേണ്ട. നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പുറത്തെ കാര്യമല്ല പറയുന്നത്, അകത്തെ കാര്യമാണ് പറയുന്നത്. എനിക്ക് വിവാഹം വേണ്ട, ഞാൻ ക്വിറ്റ് ചെയ്യുക അതിന്ന്. അവിടെ നിന്നാ തുടങ്ങുന്നേ. കുടുംബജീവിതം തുടങ്ങിയാലോ, ഭാര്യയും ഭർത്താവും തമ്മിൽ, എന്നിട്ട് പറയുക ഞാൻ ക്വിറ്റ് ചെയ്യുക. ഇതൊന്നും പറയാൻ ഒരു മടിയുമില്ല. ജോലിസ്ഥലത്ത് പറയുക ഞാൻ ക്വിറ്റ് ചെയ്യുക. പഠനം ക്വിറ്റ് ചെയ്യുക. സ്തോത്രം. ഇന്ന് കേൾക്കുന്നത് മുഴുവൻ ഇതാ. അതിനു വേണ്ടിയിട്ടല്ല യേശു നമ്മെ വിളിച്ചത്, അവസാനത്തോളം സഹിച്ചു നിൽക്കാനാ. നീ ലോകത്തിന്റെ മുമ്പിൽ തോറ്റതുപോലെ നിൽക്കുമ്പോൾ നീ ദൈവത്തിന്റെ മുമ്പിൽ ജയിച്ചവനായിട്ടാണ് നിൽക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം എടുക്കാനില്ല. അതിനകത്ത് വിശ്വാസവീരന്മാരുടെ പട്ടിക 34 വാക്യങ്ങളിൽ എഴുതി വെച്ചത് നല്ലതാ. പക്ഷെ 35 മുതൽ 40 വരെ നോക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ അവർ തോറ്റവരാ, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അവർ ജയിച്ചവരാ. സ്തോത്രം.
ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ലൈഫ് ഈസ് ഫുൾ ഓഫ് ക്വിറ്റിംഗ് പോയിന്റ്സ്. 70 വർഷം അല്ലെങ്കിൽ 80 വർഷം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലുണ്ട്. ക്വിറ്റ് ചെയ്യേണ്ട ഒത്തിരി പോയിന്റ്സ് ജീവിതത്തിൻ്റെ മുന്നിലുണ്ടാകും. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 10 അല്ല 100 അല്ല 1000 ഉണ്ടാകും. പക്ഷേ ക്വിറ്റ് ചെയ്യാനല്ല ദൈവം എന്നെ വിളിച്ചത്. പ്രൈസ് ഗോഡ്. അന്ത്യം വരെയും വിശ്വസ്തയോടെ നിൽക്കാൻ, എൻ്റെ കുടുംബത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ, സഭയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ, എന്നെ ഏൽപ്പിച്ച ജോലി, സമൂഹത്തിൽ, രാജ്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അതിനെന്തു വേണം? ക്രിസ്തുവിൻ്റെ സഹനം വേണം. ക്രിസ്തുവിൻ്റെ സഹനം വേണം. നമ്മെ ഭരമേൽപ്പിച്ച ഓരോ കാര്യങ്ങൾ ഇട്ടിട്ട് പോയാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എന്നാൽ നീ സഹിച്ചു നിന്നാൽ നീ തോൽക്കുകയല്ല, ആത്യന്തികമായി നിനക്ക് ജയം ദൈവം തരും. സ്തോത്രം. ഹല്ലേലൂയ. FB മേയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യു നെവർ ടെസ്റ്റ് ദ റിസോഴ്സസ് ഓഫ് ഗോഡ് അൺടിൽ യു അറ്റംപ്റ്റ് ദ ഇംപോസിബിൾ. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ കീറാമുട്ടി പോലെ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നത്. നീ പിന്നോട്ട് മാറരുത്. നിന്റെ മുമ്പിൽ കീറാമുട്ടി പോലെ ഒരു പ്രശ്നം വരുമ്പോൾ അന്ന് വരെ നീ അറിയാത്ത ദൈവത്തിൻ്റെ കരുതൽ, ആ ഇംപോസിബിളിനെ പോസിബിൾ ആക്കാനുള്ള കരുതൽ വെളിപ്പെടാനിരിക്കുക. നീ ഇട്ടിട്ട് പോകരുത്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിന്നെ അതിൽ നിന്ന് ഉദ്ധരിച്ചെടുക്കാനുള്ള കരുതൽ എന്നെ വിളിച്ചുറക്കിയ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് ഈ യാക്കോബ് അപ്പോസ്തലൻ പ്രാക്ടിക്കൽ ലൈഫിൽ കുറിച്ച് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സഹനം പരീക്ഷ വരുന്നതല്ല, പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് ബ്ലെസ്സഡ്, ഭാഗ്യവാൻ. ജീവിതത്തിൽ എന്തുവരും? പരീക്ഷകൾ വരും. സ്തോത്രം. എന്തിനാ ദൈവം പരീക്ഷകളും പരിശോധനകളും അനുവദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ക്യാരക്ടർ വെളിപ്പെടാനാ, ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടാനാ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, ആത്മീയ ജീവിതത്തിൽ വന്നിട്ട് ഭൗതിക നന്മകളുടെ കൂമ്പാരം കിട്ടിയവരിൽ ഒന്നും ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ പരീക്ഷകളിൽ കൂടെ കടന്നുപോയി സഹിച്ചവരിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെട്ടിട്ടുണ്ട്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാത്ത ദിവ്യ സ്വഭാവം വളർത്തിയെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാമായിട്ട് നന്ദി പറയണം. ഹല്ലേലൂയ. നമ്മെ തകർക്കാനല്ല, നമ്മെ മുടിക്കാനല്ല, നമ്മെ പൊളിക്കാനല്ല, നമ്മെ പണിതെടുക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തകത്തിലെ ക്യാരക്ടർ സ്റ്റഡി നടത്തുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം പഠിച്ചെടുക്കാനായിട്ട് പറ്റും. മോശയുടെ ജീവിതം ഒന്ന് നോക്കിക്കേ. 40 വർഷം കൊട്ടാരത്തിൽ ജീവിച്ചത് എന്ത് നല്ല ജീവിതമായിരുന്നു. അതേക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ എടുക്കണ്ട. 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സകല മിസ്രയമ്യ വിദ്യയും അഭ്യസിച്ചവൻ വാക്കിലും പ്രവൃത്തിയിലും അവനെ വെല്ലാൻ ഒരുത്തനുമില്ല. പക്ഷെ അതുകൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനമില്ല. 40 വർഷം മരുഭൂമിയിലിട്ട ദൈവം അവനെ പഠിപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-3-ാം വാക്യത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഭൂതലത്തിലൊക്കെയും വെച്ച് മോശ അതിസൗമ്യനായ മനുഷ്യനായിരുന്നെന്ന്. മോശയോട് പണ്ട് 40 വർഷം കൊട്ടാരത്തിലായിരുന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ 4 അങ്ങോട്ട് പറഞ്ഞ് നിന്നെ മിണ്ടാകാതാക്കാൻ അറിയാം. പക്ഷെ ഇന്ന് മോശയോട് എന്തു പറഞ്ഞാലും മോശ തിരിച്ചു പറയത്തില്ല. മോശയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ.
അപ്പൊ എന്ത് ചെയ്യും? ഭൂതലത്തിലൊക്കെയും അതിസൗമ്യനായ മനുഷ്യനാക്കി മാറ്റിയത് 40 വർഷത്തെ മരുഭൂമിയാ. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നത് മാത്രമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേരുടെ മനസ്സ് ഇന്ന് ഈ രാവിലെ സമയം പ്രകാശിച്ചിട്ടുണ്ട്. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ആവശ്യമായിരിക്കുന്ന ശക്തി തന്ന് നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ആവശ്യമായിരിക്കുന്ന കൃപ തന്ന് കർത്താവിൻ്റെ ശിക്ഷണം ഏറ്റെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കൃപയുണ്ട്. നാം ഒരിക്കലും മറന്നു പോകരുത്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഒന്ന് ആലോചിച്ച് നോക്കി, 3.5 വർഷക്കാലം കർത്താവിനെ ഇട്ട് തകർക്കുക ലോകം. സ്തോത്രം. ശാരീരികമായും മാനസികമായും എല്ലാ തലങ്ങളിലും അടിച്ച് തകർത്തെങ്കിലും കർത്താവിന് ഒരു കാര്യം അറിയാമായിരുന്നു, ഈ ഭൂമിയിൽ താൻ വന്നത് എന്തിനാണെന്നും താൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും താൻ എന്താണ് ചെയ്യുന്നതെന്നും ആത്യന്തികമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നും ആത്യന്തികമായി സംഭവിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്നും തിരിച്ചറിഞ്ഞു. ആ സന്തോഷം ആരാണെന്ന് ചോദിച്ചാൽ ആ തകർക്കപ്പെട്ട ശരീരത്തിൽ നിന്നൊഴുകിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കർത്താവിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വഴിക്ക് ഇട്ടിട്ട് പോകാഞ്ഞ്. മനസ്സിലായോ? സ്തോത്രം. എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നതെന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ ഒരു ദർശനം ദൈവപൈതല് ഞാനും നിങ്ങളും പ്രാപിച്ചെങ്കിൽ മാത്രമേ സഹനം പറ്റത്തുള്ളൂ. വെറും നോക്കുകുത്തികളെ പോലെ നമ്മൾ ഈ ലോകത്തിൽ വന്നിട്ട് പോകാനുള്ളവരല്ല. എന്നെ ഈ ഭൂമിയിലാക്കിയതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെക്കുറിച്ചുള്ള വ്യക്തമായ ദർശനം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും പ്രാപിച്ചെടുക്കണം. ഇറ്റ് ഈസ് യുവർ വിഷൻ ദാറ്റ് ഫ്യൂവൽസ് യുവർ പാഷൻ. ഹല്ലേലൂയ. നിന്റെ ഉത്സാഹത്തെ കെടുത്തുന്ന, നിനക്ക് ക്ഷീണവും മടുപ്പും ഇടുന്ന ലോകത്തിൽ നിന്റെ ഉത്സാഹത്തെ കെടുത്താൻ പറ്റാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു ദർശനമുണ്ട്. ഹല്ലേലൂയ. ആ ദർശനം പ്രാപിച്ച ദൈവമക്കൾ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ആ ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും, നിശ്ചയം, താമസിക്കത്തില്ല. അതിനായി നീ കാത്തിരിക്ക്. വാക്കു പറഞ്ഞ ദൈവം വാക്കുമാറത്തില്ല. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചിരിക്കുന്ന മനസ്സുകളൊക്കെ ഒന്ന് ബലപ്പെടട്ടെ, ഒന്ന് ശക്തിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ഒന്ന് ഉറക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ മനസ്സിലാക്കണം, നമുക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ട്. ഇങ്ങനെ കിടക്കത്തില്ലെന്ന് പറ, ഇങ്ങനെ ഇരിക്കത്തില്ലെന്ന് പറ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്ന ഒരു കാര്യം അതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ഹല്ലേലൂയ, സ്തോത്രം. 1-2 വാക്യങ്ങൾക്കകത്ത് ദാവീദിന്റെ പ്രാർത്ഥന. ഹൃദയം ക്ഷീണിക്കുമ്പോൾ, സ്തോത്രം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ആദ്യം ക്ഷീണമാ വരുന്നേ, രണ്ടാമത് മടുപ്പാ വരുന്നേ. മടുപ്പ് വന്നാൽ നീ ക്വിറ്റ് ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കലും മടുപ്പുണ്ടാകരുത്. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സമൂഹത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്ന വിവിധ സ്ഥലങ്ങളുണ്ട്. മടുപ്പൊരിക്കലും കയറരുത്. ക്ഷീണം വന്നെന്നിരിക്കും, പക്ഷെ ക്ഷീണിപ്പിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ നിനക്ക് ചെല്ലാനൊരിടമുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി പകരുന്ന ഒരു ദൈവമുണ്ട്. ആ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ കർത്താവിനൊന്നും നന്ദി കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ ദാവീദ് 1-2 വാക്യങ്ങൾക്കകത്ത് 3 കാര്യങ്ങളാണ് അവിടെ. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ്. സ്തോത്രം. ഒന്നാമത് ദാവീദ് പറയാണ്, ലോർഡ് ഹിയർ മീ. രണ്ടാമത് ലോർഡ് ഹെൽപ്പ് മീ. മൂന്നാമത് പറയുന്നു ലോർഡ് ഹൈഡ് മീ. 3 കാര്യങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ്, സ്തോത്രം, അവിടെ 1-ാം വാക്യത്തിന് എൻ്റെ നിലവിളിക്കുക, കരച്ചിലിന് വാക്കുകളില്ല. കരച്ചിലിന് എന്തില്ല? വാക്കില്ല. സ്വതം ജനിച്ചു വീണ കുഞ്ഞ് 1 മാസം 2 മാസമൊക്കെ അമ്മേ പാലിതാ എന്ന് പറഞ്ഞ് കരയോ? ഇല്ല. പിന്നെ നിങ്ങളെങ്ങനെയാണ് കരഞ്ഞെന്നറിയത്തില്ലേ? ഒരൊറ്റ കരച്ചിൽ, അതിന് ഭാഷയില്ല. കരച്ചിൽ. പക്ഷെ ആ കുഞ്ഞിൻ്റെ, സ്തോത്രം, കരച്ചിൽ കേൾക്കുമ്പോൾ അമ്മയ്ക്കറിയാം
കുഞ്ഞ് എന്തിനാ കരയുന്നതെന്ന് ചില തള്ളമാർക്കൊന്നും അറിയത്തുമില്ല. അപ്പോൾ ഒരു കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കറിയാം വിശന്നിട്ടാണോ കരയുന്നത്, വയറ് നോവെടുത്തിട്ടാണോ കരയുന്നത്, ചെവിക്കകത്ത് വേദന വന്നിട്ടാണോ കരയുന്നത്, തിരിച്ചറിയാം. ഹലോ, 4 കുഞ്ഞുങ്ങളെ വളർത്തിയതാ, അതുകൊണ്ടറിയാമെന്ന് വെച്ചാൽ. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാന്നറിയത്തില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടാനല്ല, തിരിച്ചറിയണം. കുഞ്ഞ് വിശന്നിട്ടാണ് കരയുന്നതെങ്കിൽ ആ കരച്ചിലിനൊരു പ്രത്യേകതയുണ്ട്. ആ അമ്മ അത് തിരിച്ചറിയും. വേദന കൊണ്ടാണ് ആ കുഞ്ഞ് കരയുന്നതെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഞെളിപിരി കൊള്ളുമ്പോൾ അറിയാം വയറ്റിൽ വേദനയാണെന്ന്. സ്തോത്രം. ഉടനെ തന്നെ കോളിക്യൂർ എടുത്തിട്ട് 2 ഡ്രോപ്സ് കൊടുക്കും. വേദന അവിടെ നിൽക്കും, കൊച്ചിൻ്റെ കരച്ചിൽ നിൽക്കും. ചെവി വേദനയാണെങ്കിൽ കുഞ്ഞിങ്ങനെ അവിടെ ഇവിടെ ഇട്ട് കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കും. അപ്പോൾ ചെവിക്കകത്ത് ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കും. ചുമ്മാ പറയുന്നത്, ചുമ്മാ ഒന്നും ഒഴിച്ചേക്കല്ലേ. ഞാൻ ഡോക്ടറല്ല, ഞാൻ പാസ്റ്ററാണ്. പീഡിയാട്രിഷ്യനെ കാണിക്കാതെ ഒന്നും ചെയ്തേക്കല്ലേ. പിന്നെ ഈ ചെവിയിലും മൂക്കിലും കണ്ണിലും ഒക്കെ ഒഴിക്കുന്ന ഒരിക്കൽ തുറന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം എടുത്ത് പിന്നെ എടുത്ത് മൂക്കിനകത്തും കണ്ണിനകത്തും ചെവിക്കകത്തും ഒഴിച്ചേക്കല്ലേ. സുത്തരം. അങ്ങനെ ഒഴിക്കുന്ന പാർട്ടി ഒഴിച്ചവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറയും, സ്വതന്ത്രം പക്ഷേ മാറി. എന്നിട്ടോ ഞാൻ ആ മരുന്നങ്ങ് നിർത്തി. ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സുണ്ട്, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അസുഖം മാറിയാലും മാറിയില്ലല്ലോ. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ആൻറ്റിബയോട്ടിക് നീ കഴിക്കുമ്പോൾ റെസിസ്റ്റൻ്റ് ആവും, പിന്നെ അത് ഏക്കത്തില്ല. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നമുക്കൊരു റെഡി ക്ലാസ് വയ്ക്കുന്നുണ്ട് ഹെൽത്തിനെ കുറിച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ഷെർലി എടുത്തു. സ്തോത്രം. ഇനി നമുക്ക് ക്ലാസ്സുകൾ വയ്ക്കാം. പ്രൈസ് ഗോഡ്. പോട്ടെ. അപ്പോൾ ഒരു കുഞ്ഞ് കരയുമ്പോൾ സ്തോത്രം അമ്മയ്ക്കറിയാം. കാരണം അമ്മയുടെ മനസ്സെന്ത് ചെയ്യും? ഒരു കുഞ്ഞ് കിടന്ന് അലറി കരയുമ്പോൾ വേറെ ആരുടെയും മനസ്സലിഞ്ഞില്ലെങ്കിലും അമ്മയുടെ മനസ്സലിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങൾ കരയുമ്പോൾ മനസ്സലിയുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ട് പറയുകയാണ്, ലോർഡ് ഹെൽപ്പ് മീ. എൻ്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുക, എന്നെ ഒന്ന് താങ്ങണം, എന്നെ ഒന്ന് താങ്ങണം. താങ്ങുന്ന ഒരു കരമുണ്ട് അല്ലേ? നമ്മൾ പാടും, താങ്ങും കരങ്ങളിൽ ഉണ്ട് ദൈവമക്കളെ. ക്ഷീണിക്കുമ്പോൾ നീ തളർന്നു പോകാതെ, നീ തളർന്നു വീഴാതെ നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. അത് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിൻ്റെ കരമാ. നിന്നെ താങ്ങാൻ ആരുമില്ലെങ്കിലും നിന്നെ വിളിച്ചിറക്കിയ ദൈവം നിന്നെ താങ്ങുവാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. 3-ാമത് പറയുകയാണ്, അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണം. എനിക്ക് തന്നെ കയറാൻ പറ്റത്തില്ല. കയറാനുള്ള ഒരു വഴി യേശു പറയും, ഞാനല്ലേ വഴി. പിടിച്ചു കയറ്റുന്ന ഒരു ദൈവമുണ്ട്. എത്രമാത്രം നീ താഴെ പോയോ അവിടെ കിടന്ന് നീ നിലവിളിച്ചാൽ നിന്റെ നിലവിളി കേൾക്കാൻ ലോകത്തിൽ ആരുമില്ലെങ്കിലും നിന്റെ നിലവിളി കേൾക്കാൻ ഒരുവനുണ്ട്. നിന്റെ നിലവിളി കേൾപ്പാൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സമുദ്രത്തിൽ ആഴത്തിൽ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്ന് ഒറ്റയ്ക്ക് കരഞ്ഞ യോനായുടെ കരച്ചിൽ കേട്ട് അവനെ കൊണ്ടുവന്ന് പൊക്കിയെടുത്ത് കരക്കിട്ടത് മറ്റാരുമല്ല, പ്രാർത്ഥന കേട്ട ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ പ്രാർത്ഥനയുടെ പവർ എത്ര വലുതാന്ന് നോക്കിക്കേ. സ്തോത്രം. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കാനും ദൈവത്തിൽ നിന്ന് ഇതുപോലെ കരുതൽ പ്രാപിക്കാനും ദാവീദിനുള്ള ഉറപ്പെന്താണ്? 3-ാമത്തെ വാക്യം, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. സ്തോത്രം. അപ്പൊ അവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ ഇത്ര നല്ല വിശ്വാസത്തോടെ ഉറപ്പോടെ പ്രാർത്ഥിക്കുന്നത്? ദൈവം എനിക്ക് സങ്കേതമാണ്, ദൈവം എനിക്ക് സങ്കേതമാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഇവിടെ എഴുതിയിരിക്കുന്നത് ഷെൽട്ടർ എന്നാണ്. ഷെൽട്ടർ 10 അർത്ഥങ്ങളുണ്ട് അതിന്. ഷെൽട്ടർ 10 അർത്ഥങ്ങൾ. ഒന്ന് സങ്കേതം. നമുക്കറിയാം, പഴയ നിയമത്തിൽ സങ്കേത നഗരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഓടിക്കേറിയാൽ പിന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ 1 സങ്കേതം, 2 രക്ഷാസ്ഥാനം. അപ്പം ദൈവം എനിക്ക് ഷെൽട്ടറായിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്തോത്രം, ഒരു രക്ഷാസ്ഥാനം. ഞാൻ എവിടെയെല്ലാം ആയിരിക്കുന്നോ അവിടെ ഉണ്ട് എനിക്ക്. 3-ാമത്തേത് അഭയസ്ഥാനം. അഭയസ്ഥാനം, അഭയസ്ഥാനം. യേശുവൻ അഭയ കേന്ദ്രം, മാറ്റമില്ല,
അല്ലെ? പാടുമ്പോൾ എല്ലാം നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? മാറ്റമില്ല സ്നേഹിതൻ. ആലോചിച്ച് നോക്കിയ ദൈവമക്കളെ, ദാവീദ് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ, സ്തോത്രം, നിനക്കാരും അഭയം തന്നില്ലെങ്കിലും അഭയം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ മാറ്റമില്ലാത്ത സ്നേഹിതന്. പച്ചയായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ചാലിച്ചെഴുതിയ പാട്ടുകൾ അതല്ല. യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതനെന്ന് പറയുമ്പോൾ ഉറ്റ സ്നേഹിതർ പോലും തിരിഞ്ഞു നിൽക്കുമ്പോൾ, സ്തോത്രം, മാറ്റമില്ലാത്ത ഒരു സ്നേഹിതനുണ്ടെങ്കിൽ യേശു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ അഭയസ്ഥാനം. അടുത്തത് പറയുന്നത് നിവാസസ്ഥാനം. ഷെൽട്ടർ എന്ന് പറയുമ്പോൾ നിവാസസ്ഥാനം. ദൈവമക്കളുടെ നിവാസസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സമാധാന നിവാസം എന്നാണ് വിളിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? അവിടെ യേശു ഉണ്ടെന്നുള്ളതാ, ദൈവമുണ്ടെന്നുള്ളതാ. ദൈവമുണ്ടെങ്കിൽ നിന്റെ നിവാസ സ്ഥലത്തിൻ്റെ പേര് സമാധാന നിവാസമെന്നാ. ഹല്ലേലൂയ. നിന്റെ സമാധാനം കെടുത്തുന്ന വിഷയങ്ങളെല്ലാം നിന്റെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി വന്നാൽ, സമാധാനത്തിൻ്റെ പ്രഭുവായവൻ അകത്തു വരുമ്പോൾ, സമാധാനത്തെ കെടുത്തിയ വിഷയവും അതിൻ്റെ പിന്നിലെ ശക്തികളും പുറത്തു പോകും. നിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് നിൽക്കത്തില്ല, നിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് വാഴത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ആമേൻ. അടുത്തത് പറയുന്നത് മറവ് എന്ന. മറവ്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ മറവ്. പ്രൈസ് ഗോഡ്. മറ എന്ന് പറയും. അടുത്തത് തണൽ എന്ന് പറയും. ഷെൽട്ടർ. 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾക്കൊരു ഷെൽട്ടർ ഉണ്ടായിരുന്നു 40 years. പകൽ വാടി തളരാതെ വണ്ണം. സ്തോത്രം. മേഘസ്തംഭമായി, തണലായി. സ്തോത്രം. അടുത്തത് ഷെൽട്ടറിന് ഒരു വാക്ക് അർത്ഥം തലം എന്ന. തലം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ സഞ്ചരിക്കുന്ന ഒരു തലമുണ്ട്, ആത്മീയ തലം. സ്തോത്രം. ഈ കഴുകന്മാർ സഞ്ചരിക്കുന്നത് ചോട്ടാപ്പക്ഷികൾ സഞ്ചരിക്കുന്ന തലത്തിലല്ല, അല്ലേ? കഴുകൻ ഏറ്റവും ഉയരത്തിലാണ്. ദൈവമക്കളും അങ്ങനെയാണ് കേട്ടോ. സ്തോത്രം. ലോകമക്കൾ സഞ്ചരിക്കുന്ന പാതയിലല്ല, വ്യത്യസ്ത പാതയിൽ സഞ്ചരിക്കുന്നവരാ ദൈവമക്കൾ എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. വേറൊരു തലമുണ്ട്, അത് ആത്മീയ തലമാണ്. ആ ആത്മീയ തലത്തോട് പോരാടുന്ന അന്ധകാരത്തിൻ്റെ തലങ്ങളുണ്ട്. പക്ഷെ ആത്മീയ തലത്തിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ തലം. അപ്പോൾ സ്തോത്രം. അടുത്തത് പറയുന്നത് താവളം എന്ന. താവളം. സ്തോത്രം. അതിനകത്ത് ആരുണ്ടെന്നറിയോ? സൈന്യത്തിൻ്റെ നാഥനുണ്ട്. അതിനകത്തൊന്നും ആരും എരച്ച് കയറത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അരാമ്യ പടക്കൂട്ടം വന്നാലും ചുറ്റും നിൽക്കത്തേ ഉള്ളൂ. പർവ്വതനിരകളുടെ എലീശയുടെ കൂടാരത്തോട് അടുക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അത് എലീശയുടെ കൊച്ചു കൂടാരമാണെങ്കിലും അത് ദൈവത്തിൻ്റെ താവളമാ. മനസ്സിലാകിയോ? അഗ്നിരഥങ്ങളും അല്ലെങ്കിൽ അഗ്നി സൈന്യങ്ങളും അവന് ചുറ്റും ഇറങ്ങിയിരിക്കുന്ന കാഴ്ച ബാല്യക്കാരൻ കണ്ടില്ലെങ്കിലും എലീശയ്ക്കറിയാം. മാത്രമല്ല ശത്രു സൈന്യത്തിനും അറിയാം. ദൈവ പൈതലെ, ഇതുപോലെ നമ്മുടെ താവളങ്ങളെ ആക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഷെൽട്ടർ എന്ന് പറയുന്ന 10ാമത്തെ അർത്ഥം ശരണം. സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് കയറണം. സ്തോത്രം. നമ്മൾ ലോകം നോക്കുകുത്തിയാക്കാനിരിക്കുമ്പോൾ നോക്കുകുത്തിയെ പോലെ ആയിരിക്കില്ല, ഏറ്റെടുത്തോണം. സ്തോത്രം. ശരണം, ശരണം. പാട്ട് നമ്മൾ പാടും. ശരണമവൻ തരും താൻ ചിറകുകളിൻ കീഴിൽ, പരിചയം പലകയുമാ പരമനി പാരിടത്തിൽ, ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ, പരിചയം പലകയുമാ പരമനി പാരിടത്തിൽ, തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതാ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാ. അവനെന്റെ സങ്കേതവും
തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കഷ്ടതയുടെ മഴ നിന്റെ ജീവിതത്തിൽ പെയ്തിറങ്ങിയാലും, പീഡനത്തിൻ്റെ തിരകൾ നിന്റെ ജീവിതത്തിൽ അടിച്ചാലും, പൈശാചിക പരീക്ഷകളുടെ കുത്തൊഴുക്കുകൾ നിന്റെ നേരെ വന്നാലും, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്നെ കൺമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര വലിയ ശക്തികൾ പോരാടിയാലും നിന്നെ മറവിടത്തിൽ സൂക്ഷിക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ സ്നേഹത്തിനായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുക. നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണെങ്കിലും നീ പോകുന്നിടത്തൊക്കെയും പോരാമെന്ന് പറഞ്ഞത് നിന്റെ ഭർത്താവല്ല, നിന്റെ ഭാര്യയല്ല, നിന്റെ അപ്പനല്ല, നിന്റെ അമ്മയല്ല, നിന്റെ മക്കളല്ല. നീ പോകുന്നിടത്തെല്ലാം പോരാമെന്ന് പറഞ്ഞ ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. അതാ നമ്മുടെ ഉറപ്പ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ പറയും, സ്തോത്രം, അദിരിയ കടലിൽ അലക്സാന്ദ്രിയ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കെല്ലാം അറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൻ്റെ അകത്ത് സ്തോത്രം മാലൂമിയും കപ്പലുടമസ്ഥനും എല്ലാം പറഞ്ഞു, സ്തോത്രം യാത്ര പോകാൻ കാലാവസ്ഥയെല്ലാം അനുകൂലമാണ്. അതിലുള്ള 275 പേരും അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ലോകത്തിൽ മുഴുവൻ പേരും പറഞ്ഞാലും അത് നീ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കാവുള്ളൂ. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാരും കാണത്തില്ലായിരിക്കും. പക്ഷെ വ്യക്തമായി നീ ദൈവത്തിൽ നിന്ന് നിനക്കൊരാലോചന കിട്ടിയാൽ ഹല്ലേലൂയ, ആ ആലോചനയെ നീ മുറുകെ പിടിച്ചോണം. മജോറിറ്റി പറയുന്നതിന് കീഴടങ്ങാനല്ല, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴടങ്ങാൻ. അപ്പോൾ അതിനെന്ത് വേണം? ഒന്നാമത് ദൈവത്തോട് ആലോചന ചോദിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം. 27-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ അവിടെ കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ്, സ്തോത്രം, യൂറോക്ലൈഡോൺ എന്ന കൊടുങ്കാറ്റ്, ശക്തമായ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ മുച്ചൂട് നശിപ്പിച്ച് കളയും, ഒന്നും ശേഷിപ്പിക്കത്തില്ല. അതുപോലെ ശക്തമായ ഒരു കൊടുങ്കാറ്റ് അടിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും മോശമായ പോയ സാഹചര്യത്തെ പോലും എന്ന് പറഞ്ഞാൽ ഒരാശയും ഇല്ലാതെ വണ്ണം തകർന്നു പോകുന്ന ഒരനുഭവത്തിൽ പോയാലും അതിനകത്ത് നിന്ന് നന്മകളെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അദ്രിയ കടലിൽ ഒതുങ്ങിത്തീരേണ്ട സ്ഥാനത്ത് മെലീത്ത ദ്വീപില് സുവിശേഷവൽക്കരിക്കുവാൻ സ്തോത്രം ദൈവം ഇടയാക്കി തീർത്തെന്ന്. ഹല്ലേലൂയ. പിശാച് അദ്രിയ കടലിൽ തീർക്കാൻ നോക്കി, പക്ഷേ അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് മെലീത്ത പട്ടണത്തെ സുവിശേഷീകരിക്കുവാൻ, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ, അതിനെ നന്മയാക്കി മാറ്റിയ ഒരു ദൈവമുണ്ടെന്ന്. നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ നോക്കിക്കൊണ്ട് നീ പറയരുത് ഇതിനകത്തൊരു നന്മയുമില്ല എന്ന്. ജീവിതത്തിൽ നേരിട്ട പരാജയങ്ങളെ നോക്കി ഒരിക്കലും പറയരുത് ഇതിനകത്ത് ഒരു ജയവുമില്ല എന്ന്. ഇന്ന് പകൽ യേശുവിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, അതിനകത്ത് ദൈവം ഒരു നന്മ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ദൈവം ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണെന്ന് തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. നീ ഒരു പ്ലാറ്റ്ഫോം അങ്ങ് ഒരുക്കി കൊടുത്ത എൻ്റെ ദൈവത്തിന്. ജീവിതത്തിൽ നീ നേരിടുന്ന വെല്ലുവിളികളെല്ലാം എൻ്റെ ദൈവത്തിന് ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള വെറും ഒരു പ്ലാറ്റ്ഫോമാണ്. ദൈവം വന്ന് നിൽക്കട്ടെ, ദൈവം അടുത്തു വരട്ടെ. അടുത്തു വരത്തക്കവണ്ണം ജീവിതം ഒന്ന് ക്രമീകരിച്ച് നിന്നുകൊടുത്ത് നോക്കിക്കേ, ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കാണുവാൻ ഇടയായി തീരും. പറ ദൈവവൈതലേ. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, എൻ്റെ ഭാവി സ്തോത്രം ഹല്ലേലൂയ ഈ തിരമാലകളുടെ കൈ അകത്തല്ല, ഈ അദ്രിയ കടലിലല്ല, മനുഷ്യന്റെ കയ്യിലുമല്ല. എൻ്റെ ഭാവി എൻ്റെ ദൈവത്തിന്റെ കയ്യിലാ. എൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നത് മനുഷ്യരല്ല, എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് എൻ്റെ ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തിൻ്റെ കരത്തിനകത്ത് എനിക്ക് വേണ്ടതെല്ലാം നൽകിത്തരാനുണ്ടെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ.
അപ്പോൾ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വഴികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ദുർഘടം പിടിച്ച വഴികൾ. എന്തിനാ പൗലോസിനെ അങ്ങനെയൊക്കെ കൊണ്ടുപോയത്? സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായത്തിൻ്റെ അകത്ത് റോമിൽ പോകണമെന്ന് പറഞ്ഞ് ആലോചന കൊടുത്ത് വിട്ടതാണ്. വേറെ വഴിക്കൂടെ അങ്ങ് വിട്ടാൽ പോരായിരുന്നു. ഈ തകർച്ചക്കൂടെയൊക്കെ വിടുന്നത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാ. സ്തോത്രം. ഹല്ലേലൂയ. നീ കടലിൽ കൂടെ, തിരകളിൽ കൂടെ, കൊടുങ്കാറ്റുകളിൽ കൂടെ ഒക്കെ പോകാനായി പോയെങ്കിൽ മാത്രമേ ദൈവിക പദ്ധതികൾ ദൈവം തികച്ചെടുക്കുന്നുള്ളെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. അടിക്കുന്ന കാറ്റിനെ നോക്കി നീ ഭാരപ്പെടേണ്ട. ദൈവം പറഞ്ഞ വാക്ക് നീ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. ആ വാക്ക് നീ വിശ്വസിച്ചാൽ ആ വാക്കിന്റെ ശക്തിയിൽ നിനക്കെതിരെയുള്ള തിരകളെ അടക്കാൻ മതിയായ ശക്തി അതിനകത്തുണ്ട്. എല്ലാവരുടെയും ആശ പോയി, രക്ഷപ്പെടുമെന്നുള്ള ആശ പോയി. പക്ഷേ പൗലോസിന്റെ ആശ പോയില്ല. യഹോവയ്ക്കായി പ്രത്യാശിക്കുന്നവർ സ്തോത്രം ഒരിക്കലും ദൈവത്തിന്റെ വഴി വിട്ട് മാറത്തില്ല. ദൈവത്തിന്റെ വഴി പ്രമാണിച്ച് നടക്കുന്നവർക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. പൗലോസ് പിന്നെ എന്താ നീ സഹിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം പൗലോസ് പറയും, ഹല്ലേലൂയ, സ്തോത്രം, ഈ പ്രതികൂലത്തിൻ്റെ അകത്ത് എൻ്റെ കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് അടുത്തറിയുവാൻ, ഒന്നുകൂടെ ഒന്ന് രുചിച്ചറിയുവാൻ, ഒന്നുകൂടെ ഒന്ന് അനുഭവിച്ചറിയുവാൻ, ഇന്നലത്തേക്കാൾ ഉപരിയായി ഒന്നറിയാൻ ഈ പ്രതികൂലം, ഈ പ്രതിസന്ധി എനിക്ക് ഇടയാക്കുമെന്ന് പൗലോസ് വിശ്വസിച്ചെങ്കിൽ ഇന്ന് പകൽ ജീവിതത്തിൽ ഇതുപോലെ നേരിട്ടിരിക്കുന്ന ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ചില വെല്ലുവിളികളും ഇന്നലത്തേക്കാൾ അധികമായിട്ട് എൻ്റെ ആരുമനാഥനെ ഒന്നറിയുവാൻ എത്ര പേർ പ്രത്യാശയുണ്ട്? കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ. അവിടെ പൗലോസ് പറയാണ് 23-24 വാക്യങ്ങൾക്കകത്ത്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നെന്ന്. 275 പേരുടെ അടുക്കൽ നിന്നില്ല. പക്ഷേ ഞാൻ വ്യത്യസ്തനായി എൻ്റെ അടുക്കൽ എന്നെ വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുക. ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം, ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം, ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം, ഇന്നുവരെ കേൾക്കാത്ത ഒരു ദൈവ ശബ്ദം. പൗലോസ്, നീ ഭയപ്പെടേണ്ട. നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ഞാൻ നിനക്ക് ദാനം തന്നിരിക്കുക. ഇന്ന് പകൽ പറ, ഒരു പടി കൂടെ ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം ഒന്നുകൂടെ കേൾക്കുവാൻ, ആ ദൈവ സാന്നിധ്യം ഒന്നുകൂടെ അടുത്തറിയുവാൻ. ഓ ജീസസ്. കഠിന ശോധനകളിൽ ആ ദൈവം വെളിപ്പെടുന്നത് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പൗലോസിന്റെ ജീവിതത്തിൽ 276 പേരതിനകത്താകെയുണ്ട്. പൗലോസ് അടക്കം 275 പേരും തകർച്ചയും തോൽവിയും കാണുമ്പോൾ തോൽവിക്കകത്തും തകർച്ചയ്ക്കകത്തും ജയം കാണുന്ന ഒരു പൗലോസുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ യേശു തോറ്റ ചരിത്രമില്ലെന്ന്. ഹല്ലേലൂയ. നിന്റെ തോൽവികളെ, നിന്റെ പരാജയങ്ങളെ ജയമാക്കി തരുന്ന ദൈവമാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം. കരമുയർത്തി നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 2 കാര്യം ചെയ്യണം. 18-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 27-18. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. മുങ്ങാതിരിക്കാൻ വേണ്ടിയാ, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ചരക്കെല്ലാം പുറത്തു കളഞ്ഞു. ജീവിതത്തിൽ മുങ്ങാതിരിക്കണമെങ്കിൽ ചിലതൊക്കെ പുറത്തു കളയണം. നമ്മുടെ ജീവിതത്തിൽ നിന്നും അകത്തിരിക്കുന്ന ചിലതേ. സ്തോത്രം. അകത്തിരിക്കുന്ന ചിലതെല്ലാം എടുത്ത് പുറത്തു കളയണം. 1, ഇരുമനസ്സ് കളയണം. 2, വക്രഹൃദയം കളയണം. 3, മുഖസ്തുതി കളയണം. 4, ദോഷം മാത്രം കാണുന്ന കണ്ണ് കളയണം. കുറ്റം മാത്രം പറയുന്ന നാവ് കളയണം. പരീശ ഭക്തി ഉപേക്ഷിക്കണം. സ്തോത്രം. പുറത്ത് കളയേണ്ടതല്ല പുറത്ത് കളഞ്ഞാൽ അകത്ത് വരേണ്ടവൻ അകത്ത് വരും. ബാക്കി അവൻ ചെയ്തോളും. ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ചെയ്തോണം, ബാക്കി കർത്താവ് ചെയ്തോളും. ഹല്ലേലൂയ. 26-ാം വാക്യം. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. സ്തോത്രം. കരയ്ക്ക് കൊണ്ടിട്ടു. അത് ദൈവപ്രവൃത്തിയാണ്. പക്ഷെ 25-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചോണം. നീ വിശ്വസിച്ചാൽ മതി, ബാക്കി പ്രവൃത്തി ദൈവം ചെയ്തോളും. ഹല്ലേലൂയ. അപ്പോ ദാവീദ് 4-ാമത്തെ വാക്യം.
ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഞാൻ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, സമയമില്ല. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷിക്കാനുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. ദൈവത്തിൻ്റെ കൂടാൻ ടാബർനാക്കിൾ, പഴയ നിയമ മരുഭൂമിയിലെ ദൈവത്തിൻ്റെ കൂടാരം. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ആര് പാർക്കുമെന്ന് 15-ാം സങ്കീർത്തനത്തിലും 24-ാം സങ്കീർത്തനം 3, 4, 5, 6 വാക്യങ്ങൾക്കകത്ത് എഴുതിയിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വായിച്ചു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും സ്തോത്രം. കൂടാരത്തിനകത്ത് വസിക്കുന്നവൻ, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നവൻ. ഇനി 24-ാം സങ്കീർത്തനം 3 മുതൽ 6 വരെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറുമല്ലോ, വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഈ 4 ഗുണങ്ങളും ഉണ്ടാകണം. 15-ാം സങ്കീർത്തനത്തിലെ ഉണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഓരോന്ന് എടുത്തു വെച്ചൊന്നും വിശദീകരിക്കുന്നില്ല. പ്ലെയിൻ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എഴുതി വെച്ചിരിക്കുക. എന്തിനാ? ദൈവ സാന്നിധ്യം. ദൈവങ്ങളെ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ 3 തട്ടുകളുണ്ട്. പ്രാകാരത്തിൽ ഒരു യാഗപീഠം അവിടെയുണ്ട്. യാഗപീഠത്തിൽ സ്തോത്രം ഹല്ലേലൂയ യാഗമർപ്പിക്കാനുള്ളതാണ്. പഴയ നിയമ യാഗങ്ങളൊന്നും നമ്മൾ അർപ്പിക്കേണ്ട. സ്തോത്രം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അനുസരണം ഒരു യാഗമാകട്ടോ. സ്തോത്രം. അനുസരണ കിടക്ക ജീവിതത്തിൽ നിന്ന് കളഞ്ഞോണം. അനുസരിച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യണം? അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിച്ചോണം. ഹല്ലേലൂയ. അത് വേറൊരു യാഗമാണ് ദൈവം പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യത്തിൽ മാത്രമല്ല, അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല, അനുഗ്രഹങ്ങൾ നഷ്ടമാകുമ്പോഴും, കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴും പറഞ്ഞിരിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താ പറഞ്ഞപ്പോൾ സ്തോത്രം ഒന്ന് താണുപോയോ ജീവിതത്തിൽ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പാടുമല്ലോ, എല്ലാ തോൽവികൾക്കും നാഥ നന്ദി, നിന്റെ മുഖം കാണാൻ അതു നിമിത്തമായി, എല്ലാ തോൽവികൾക്കും നാഥ നന്ദി, നിന്റെ മുഖം കാണാൻ അതു നിമിത്തമായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം. സ്തോത്രം. അപ്പോൾ കൂടാരത്തിൽ വസിക്കുമ്പോൾ അനുഭവം. എന്നിട്ട് പറയാണ്, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. 61-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ 2-ാം ഭാഗത്തിൽ നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. 55-ാം സങ്കീർത്തനത്തിൻ്റെ സ്തോത്രം 55-ാം സങ്കീർത്തനം അതിനകത്ത് 4, 5, 6 വാക്യങ്ങൾക്കകത്ത് ദാവീദ് ഇതിനു മുമ്പ് ഒരു അനുഭവത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു, പ്രാവിന് ചിറകുള്ളതുപോലെ
എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. സ്വതന്ത്രം ചിറകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രം ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളൊരു എഴുതിയിരിക്കുന്ന ആലങ്കാരിക ഭാഷയാണ് സ്തോത്രം. അപ്പോൾ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പറന്നുപോയി രക്ഷപ്പെടുക. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിറക് കിട്ടിയെന്ന് പറന്നുപോയി സ്തോത്രം. പക്ഷേ ഇവിടെ ദാവീദിനൊരു സത്യം പിടികിട്ടി, എനിക്ക് വേണ്ട ചിറക്, എൻ്റെ ദൈവത്തിന് ചിറകുണ്ട് സ്തോത്രം. ഞാൻ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഞാൻ പ്രശ്നത്തിനകത്താകുമ്പോൾ പറന്നു വരുന്ന ഒരു ദൈവമുണ്ടെന്ന്, പറന്നു വന്ന് എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സ്തോത്രം. ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ടില്ല, ബ്രോയിലർ ചിക്കൻ മാത്രമേ കണ്ടു വളർന്നിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കോഴിക്കൂടൊക്കെ ഉണ്ടായിരുന്നു സ്തോത്രം. ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നാൽ ഒത്തിരി കോഴികൾ വീട്ടിലുണ്ടായിരുന്നു, ആടുകളുണ്ടായിരുന്നു, പശുക്കളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴി കഴുകൻ ആകാശത്തിൽ വട്ടമിട്ട് പറക്കുമ്പോൾ തള്ളക്കോഴി എവിടെയെങ്കിലും ആയിരിക്കും. ഒരു 10-20-30 കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം 4 വശത്തും ചെതറി പറമ്പിൽ ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുക. പക്ഷെ കഴുകനെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ ഈ തള്ളക്കോഴി ഒരൊറ്റ ശബ്ദം പുറപ്പെടും. എന്നിട്ട് അതിങ്ങോട്ട് പറന്ന് വന്നിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ വരത്തക്കവണ്ണം വന്നങ്ങ് നിൽക്കും, പറന്നിങ്ങ് വരും. അതിൻ്റെ ചിറക് ഇങ്ങനെ അങ്ങ് നിൽക്കും ദേഷ്യം കയറിയിട്ട്. എന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ചിറക് പൊക്കി പിടിക്കും. കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചിറകിൻ്റെ അടിയിൽ കയറാം. അനുസരണം കെട്ടവണ് ഇപ്പം ഉണ്ടാവും, അതിനെ കൊണ്ടുപോകും സ്തോത്രം. അപ്പോൾ സ്തോത്രം ഇവിടെ പറയുകയാണ്, ദൈവമക്കളെ സ്തോത്രം, ചിറകിട്ടി ഓടി ഒളിക്കാനൊന്നും ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം. ഈ പട്ടണത്തിൽ ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ നിർത്തി നിന്നെ കൊണ്ട് ചെയ്തെടുപ്പിക്കേണ്ടതെല്ലാം ചെയ്തെടുപ്പിക്കും. ദൈവം ചിറക് വെച്ച് നിന്റെ അടുക്കൽ വരുമെന്ന്, ആ ചിറകിൻ്റെ കീഴിൽ നിന്നെ മറച്ച് സൂക്ഷിക്കുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, എന്നെ നിങ്ങളെ പരിപാലിക്കാൻ ദൈവം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദയയും വിശ്വസ്തതയും കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം. ദയയും വിശ്വസ്തതയും. അതിൽ 92 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, രാവിലെ നിൻ്റെ ദയ, രാത്രി തോറും നിൻ്റെ വിശ്വസ്തത വർണ്ണിക്കും എന്നാണ് പറയുന്നത് സ്തോത്രം. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, ആ വീട്ടിൽ യാഗപീഠമുണ്ടെന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് ദൈവശബ്ദം കേട്ടും പ്രാർത്ഥനയ്ക്കായി ഒരുക്കി കാത്തിരിക്കും സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ സ്തോത്രം. എന്താ? ദയയുടെ ഒരു വചനം പൊഴിച്ചു തരും. ആ വചനം നിന്നെ അന്ന് മുഴുവൻ നടത്തും. രാത്രി വരുമ്പോൾ നീ പറയും, എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാ, രാവിലെ എനിക്ക് തന്ന വചനപ്രകാരം ഇന്ന് പകൽ മുഴുവൻ അവൻ എന്നെ നടത്തി. നന്ദി, നന്ദി നാഥ. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. അതാ ക്രിസ്തീയ ജീവിതം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ഹൃദയം ക്ഷീണിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇല്ലേ, ക്ഷീണിപ്പിച്ചിട്ടിരിക്കുന്ന വിഷയങ്ങൾ. പക്ഷെ ഇന്ന് നിന്നെ അതിനകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവരിക. നീ അതിനകത്ത് കിടക്കത്തില്ല. നീ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ നീ അഭയം തേടാൻ പോവുക. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത നിനക്ക് വേണ്ടി ഇന്നുണ്ട് സ്തോത്രം. എൻ്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന, എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, എന്നെ തളർത്തുന്ന ഒരു വിഷയം എനിക്കുണ്ട്. ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ എനിക്കറിയാം, അതിൻ്റെ മുമ്പിൽ ഞാൻ തോൽക്കത്തില്ല. അതിൻ്റെ മുമ്പിൽ എനിക്ക് ജയം തരുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ എനിക്ക് വേണം. ഇന്ന് പകൽ അതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെട്ട് പ്രാർത്ഥന ആവശ്യമുള്ളവർ ഒരു നിമിഷം നിങ്ങളുടെ വലത്തുകരമൊന്ന് ഉയർത്താം. കർത്താവേ, ഞാൻ ആശ്രയിക്കുന്നു യേശു. കർത്താവ് ദൈവമേ, സ്വർഗീയ പിതാവേ, കരമുയർത്തിയ വാത്സല്യ മക്കൾക്കായി സ്തോത്രം. അവർ മടുത്തു പോകത്തില്ലപ്പ. അവരുടെ ഉള്ളിൽ ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേട്ട വചനത്തിൻ്റെ പുറത്ത് അങ്ങ് അത്ഭുതം ചെയ്യാൻ പോകുന്നതോർത്ത് സ്തോത്രം. കരമുയർത്തി ഹൃദയങ്ങളെ തുറന്ന് അങ്ങയുടെ സന്നിധിയിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത സാക്ഷ്യം അവർ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി പറയുവാൻ ഇടയാക്കും. അതിനെതിരായിട്ടുള്ള എല്ലാ പോരുകളെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേൾക്കാം. ഡോക്ടർ GB റാഫേൽ സ്തോത്രം ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.